തൊഴിലുറപ്പ് തൊഴിലാളികൾ കഞ്ഞിക്കലം കമിഴ്ത്തൽ സമരം സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, കൂലി കുടിശ്ശികയില്ലാതെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വേറിട്ട സമരം. NREG വർക്കേഴ്സ് യൂണിയൻ നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയാണ് കലം കമിഴ്ത്തൽ സമരം സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, വേതനം 600 രൂപയാക്കുക, കൂലി കുടിശ്ശികയില്ലാതെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സമരം ഉദ്ഘാടനം ചെയ്തു. 64,000 കോടി രൂപയായി ചുരുങ്ങിയിരിക്കുന്നു നമുക്ക് ബഡ്ജറ്റ് വിഹിതം എന്ന് പറയുന്നത്. 86,000 കോടി രൂപ ഉണ്ടായിരുന്ന തലത്തിൽ നിന്ന് അത് വെറും 64,000 ആയി ചുരുങ്ങുമ്പോൾ, അതും അതാത് വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ വർഷത്തെ പദ്ധതിയിലാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതം പോലും ചെലവഴിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ 100 തൊഴിൽ ദിനങ്ങൾ എല്ലാ തൊഴിലാളികൾക്കും ലഭ്യമാകുന്ന സാഹചര്യം ഇല്ലാതെ പോകുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. 100 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത്, തൊഴിലാളികൾക്ക് കിട്ടുക എന്നുള്ള ആ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കാതെ പോകുന്നത് ബജറ്റിനകത്ത് തൊഴിലുറപ്പ് മേഖലയ്ക്ക് വകയിരുത്തേണ്ടുന്ന വിഹിതം ആനുപാതികമായി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, പുതിയ സംവിധാനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ പരിഷ്കരിക്കാൻ എന്ന വ്യാജേന കൊണ്ടുവന്ന ചില പരിഷ്കരണ പദ്ധതികൾ അത് തൊഴിലുറപ്പ് മേഖലയെ തകർക്കുന്ന ഒന്ന് തന്നെയാണ്. സീന എൽദോസ് അധ്യക്ഷത വഹിച്ചു. മൃദുല ജനാർദ്ദനൻ, PM അഷ്റഫ്, CE നാസർ, റംല ഇബ്രാഹിം, NB ജമാൽ, NB യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, നെല്ലിക്കുഴി.